ഹലോ ഹായ്, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുക പ്ലീസ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫിഷിനെ കുറിച്ചാണ്. സെൽഫിഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. എന്നാൽ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. ജസ്റ്റ് നമ്പർ 1, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന കാര്യം, നമ്മുടെ നാട്ടിലെ ഈ റേഷൻ കടകളിലൊക്കെ ഈ അരി, പഞ്ചസാര, മണ്ണെണ്ണ, ഗോതമ്പ് ഇവയൊക്കെ എന്ന് വരുന്നു, എന്ന് പോകുന്നു, എന്ന് വരും എന്നുള്ളതൊന്നും കടക്കാരൻ നമ്മളോട് പറയാറില്ല. ചില ആളുകളെ ഇത് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടു വെക്കും. ഞാൻ പറഞ്ഞ ഈ സെൽഫിഷ്. തൊട്ട അയൽവാസികളോട് ഈ കാര്യങ്ങൾ ഒന്നും പറയില്ല. ഈ അയൽവാസി പാവങ്ങൾ വിഷമിച്ചിരിക്കുന്നത് കാണാം ഇവർക്ക് ഭയങ്കര ത്രില്ലാണ്. ഇവർ മരിച്ചാലും വേണ്ടില്ല അതൊന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ. ആഹാ, എന്തൊരാശ്വാസം. ജസ്റ്റ് നമ്പർ 2, നമ്മുടെ വീടുകളിലെ ചെറിയ കുട്ടികളില്ലേ, അവരിലുമുണ്ട് ഈ സെൽഫിഷ് പറഞ്ഞ സാധനം. നിഷ്കളങ്കമായിട്ടാണെങ്കിലും അവരിൽ നമുക്ക് പ്രകടമായി കാണാം. ഉദാഹരണത്തിന് അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വല്ല പൂച്ചയുണ്ടെങ്കിൽ അതിനെ ഓടിക്കാറുണ്ട്. അതും ഒരു സെൽഫിഷാണ്. ജസ്റ്റ് നമ്പർ 3, ഈ എക്സാം ഹാളുകളിലെ ഈ അപാരതകൾ നമുക്ക് നോക്കിയാലോ. നമ്മൾ എന്ത് ആൻസർ ചോദിച്ചാലും അവർ പറഞ്ഞില്ല. പറഞ്ഞു കൊടുക്കണോ വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്നത് വേറെ ഒന്നാണ്. ശരിയുത്തരം പറഞ്ഞിട്ടും തെറ്റുത്തരം പറഞ്ഞെന്ന് നമ്മളെ കബളിപ്പിക്കുന്നവർ. ആൻസർ ഷീറ്റ് സാറന്മാർ തരുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു മുഖമാറ്റം, ഉള്ളുപ്പ് വേണം, ഉള്ളുപ്പ്. ഇനി നമുക്ക് ഒന്നും കൂടെ വേഗത്തിൽ ആഴത്തിൽ സഞ്ചരിച്ചാലോ. ആഴം നമ്പർ 1, ഈ പാവപ്പെട്ട തൊഴിലാളികൾ സംരംഭകരാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മുതലാളിമാരെന്ത് ചെയ്യുമെന്നറിയോ. അവർക്കിപ്പോൾ ഉള്ള സാലറിനേക്കാൾ കൂടുതൽ സാലറിയും ഫെസിലിറ്റീസും ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവരെ കൊണ്ട് വിലക്ക് വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, അവരെ കൊണ്ട് വീണ്ടും പണിയെടുപ്പിക്കും. അതൊരു തരം പക്കാ ബിസിനസ് അല്ല, ഒരു തരം സെൽഫിഷ്നെസ് തന്നെയാണ്. അടുത്ത സന്ദർഭത്തിലേക്ക് പോയാലോ. ചില വീടുകളിലെ മുതിർന്നവരോ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ വളരെയധികം സ്വാർത്ഥരായിരിക്കും. ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ടോ, അതോ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് തികയുമോ എന്ന് പോലും ചിന്തിക്കാതെ യാതൊരു മര്യാദ അല്ലാതെ ഇപ്പോഴും ജീവിക്കുന്ന ആളുകളുണ്ട്. ഇനി നമ്മുടെ അവസാന വീഡിയോയിലേക്ക് പോയാലോ. ഇതൊരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കല്യാണശേഷം പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കുന്നത് നിർബന്ധമുള്ള കാര്യമാണ്, സംരക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അല്ലാത്ത പക്ഷം നിയമപരമായിട്ട് നീങ്ങുക തന്നെ വേണം. തനിക്ക് കിട്ടുന്ന സാലറിയിൽ അവളെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര പൈസ കൊടുത്താലും അതൊരു കണക്കായിട്ട് അവർ വെക്കാറില്ല. ചില സ്ത്രീകൾ ജോലിക്ക് പോയാൽ എന്താ സംഭവിക്കുക, അടിച്ചു പിരിയാൻ വേറെ വഴികൾ വേണോ? ഇവിടെ തുല്യതയാണോ മെയിൻ കഥാപാത്രം? അല്ല, സെൽഫിഷ്നെസ് തന്നെയാണ്.